നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. കെ.എൻ. ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ 5ാം ബജറ്റ് അവതരിപ്പിച്ച ദിവസമാണ് ഇന്ന്. 5ാം ബജറ്റ് യാഥാർത്ഥ്യബോധത്തോടെയുള്ള ബജറ്റ് എന്നാണ് അതിനെ ആദ്യമായി എല്ലാവരും വിശേഷിപ്പിച്ചത്. രണ്ടാമത്, അതിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളില്ല, ജനങ്ങളുടെ മേൽ അധിക ഭാരമേൽപ്പിച്ച് നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു, നികുതി കൂട്ടിയിരിക്കുന്നു തുടങ്ങിയ വിമർശനങ്ങളും ഈ ബജറ്റിനെതിരെ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ബജറ്റ് പ്രസംഗത്തിലും തുടർന്നുമൊക്കെ സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര അവഗണനയെ മറികടക്കാനുള്ള ശ്രമങ്ങളാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ നികുതി വർധനവും അതോടൊപ്പം തന്നെ മറ്റ് പദ്ധതികളിലെ നീക്കിയിരിപ്പും എന്നൊക്കെയാണ്. അജിംസ്, ഈ ഏറ്റവും കൂടുതൽ ഇന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരു പ്രഖ്യാപനം, തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ്റെ തുക കൂട്ടുമെന്നൊക്കെയായിരുന്നു. പക്ഷേ അതടക്കമുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇന്ന് ബജറ്റിൽ ഉണ്ടായില്ല. നിരാശയാണോ ഈ ബജറ്റ് നൽകുന്നത്? അല്ല, ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചത് നമ്മളൊക്കെയാണ്. മാധ്യമപ്രവർത്തകരൊക്കെ ഇങ്ങനെ, മാധ്യമപ്രവർത്തകർ മാത്രമല്ല, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും പ്രതീക്ഷിച്ചാണ്. മാധ്യമങ്ങളാണ് കൂടുതൽ വാർത്ത നൽകിയത്. പ്രഖ്യാപിച്ചേക്കും, ജനപ്രിയ ബജറ്റായിരിക്കും എന്നൊക്കെ. എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ്? അതായത് കുടിശ്ശിക തന്നെ കൊടുത്തു തീർക്കാൻ കഷ്ടപ്പെടുകയാണ് സർക്കാർ. മറ്റൊന്ന്, ഇപ്പോൾ ജീവനക്കാരുടെ DE അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുടിശ്ശിക നിൽക്കുന്ന സ്ഥലത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത് സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് ഞങ്ങൾ കരകയറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ആ കരകയറ്റം ഇപ്പുറത്ത് കാണണ്ടേ? അല്ല, കരകയറുന്നത് എങ്ങനെ കരകയറുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ ചിലവ് കുറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ പണമില്ല, നമ്മൾ അതിനനുസരിച്ച് ചിലവ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആ ഞെരുക്കത്തിൽ നിന്ന് ചെറുതായിട്ട് കരകയറും. അങ്ങനെയാണ് എനിക്കത് തോന്നിയത്. ചിലവ് കുറയ്ക്കുക, അങ്ങനെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുകയാണ്. അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം കൊണ്ടാണ് സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കരകയറുന്നത് എനിക്ക് തോന്നുന്നില്ല. ചിലവ് കുറയ്ക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2024 പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി വിഹിതം 50% വെട്ടിക്കുറച്ചു. അപ്പോൾ വെട്ടിക്കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ചിലവ് ചുരുക്കമാണ്, പണം ചിലവാക്കുന്നില്ല എന്ന് വരുമ്പോൾ സാമ്പത്തിക ഞെരുക്കം കുറച്ച് കുറയും. അങ്ങനെ ഒരു ആശ്വാസമേ ഉള്ളൂ. പക്ഷേ കെ.എൻ. ബാലഗോപാൽ ധനമന്ത്രി എന്നതിൽ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സമ്പൂർണ്ണ ബജറ്റാണ്. ഇനി അടുത്ത ബജറ്റ് ഒരു സമ്പൂർണ്ണ ബജറ്റായിരിക്കില്ല. അദ്ദേഹം കുറേ കൂടി റിയലിസ്റ്റിക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തോമസ് ഐസക്ക് ഒരു സാമ്പത്തിക വിദഗ്ധനാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ചില ടെർമിനോളജികൾ, ചില പ്രയോഗങ്ങൾ, പിന്നെ ഒരു വിഷയത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതി, അത് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് അവതരിപ്പിക്കുകയാണ്. അത് ഇദ്ദേഹം പറയുന്നത് ശരിയാണല്ലോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അദ്ദേഹം അത് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കിഫ്ബി ടോളിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പഴയ നിലപാടും പുതിയ നിലപാടും നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? കേന്ദ്രത്തിൻ്റെ ഉപരോധത്തെ മറികടക്കാനുള്ള ഒരു ശ്രമത്തെ എന്തിനാണ് എതിർക്കുന്നത്? വേറെ വരുമാന മാർഗം ഉണ്ടെങ്കിൽ പ്രതിപക്ഷം അത് പറഞ്ഞു തരണം എന്നാണ് പറയുന്നത്. അതായത് ഒരു കാര്യത്തെ കൺവിൻസിങ് ആയിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ കിഫ്ബി റീഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം എങ്ങനെയായിരുന്നു? ഭയങ്കര രസമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അതായത് എന്താ പറയുന്നത്, നമ്മൾ 99 ഉണ്ടാക്കിയ നിയമമാണെന്നേ. അപ്പോൾ ആ 99 ഉണ്ടാക്കിയ നിയമത്തിൽ നമ്മളിപ്പോൾ ഒരു പ്രത്യേകമായ പ്രതിസന്ധി നേരിടുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് കാര്യമായ വിഹിതം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ബജറ്റേതരമായി ഫണ്ട് കണ്ടെത്തുകയാണ്. അപ്പോൾ ഇതെങ്ങനെ തിരിച്ചടയ്ക്കാൻ പറ്റും? അതിന് വരുമാനം ഉണ്ടാവും എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. വരുമാനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കെ.എൻ. ബാലഗോപാൽ ധനമന്ത്രിയായിട്ട് ചാർജ് എടുക്കുമ്പോൾ അദ്ദേഹം കിഫ്ബിയെ സൈഡിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്തത്. കിഫ്ബിയെ പറ്റി അദ്ദേഹത്തിൻ്റെ ബജറ്റുകളിൽ ഒന്നും കാര്യമായി പരാമർശിക്കുകയോ അതിനെ ഊന്നുകയോ ചെയ്തിട്ടില്ല. പക്ഷേ കിഫ്ബി പൂർണ്ണമായി ഇല്ലാതായെന്നല്ല, കിഫ്ബി വഴി ധാരാളം പദ്ധതികൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. കിഫ്ബി പദ്ധതികളുടെ ലിസ്റ്റിൽ ഒരുപാട് പദ്ധതികളുണ്ട്. ഈ ബജറ്റും കിഫ്ബിയും രണ്ടാണല്ലോ. ബജറ്റിൽ പ്രഖ്യാപിക്കാത്ത കാര്യങ്ങൾ ബജറ്റേതരമായിട്ട് നടപ്പാക്കാനാണ് കിഫ്ബി ഉപയോഗിക്കുന്നത്. അപ്പോൾ കിഫ്ബി വന്നതോടുകൂടി യഥാർത്ഥത്തിൽ നമ്മുടെ ബജറ്റ് എന്ന് പറയുന്നത് ശുഷ്കമായി മാറി. കിഫ്ബി റീഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി പ്രധാനപ്പെട്ട പദ്ധതികളൊന്നും ബജറ്റിൽ പ്രഖ്യാപിക്കുന്നില്ല. അത് കിഫ്ബി വഴിയാണ്. എക്സിക്യൂട്ടീവ് തീരുമാനിക്കുന്നു, അസംബ്ലി അറിയിക്കാതെ ഒരു പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നടപ്പാക്കുന്നു. അതിന് ഫണ്ട് കിഫ്ബിയിൽ നിന്ന് എടുക്കുന്നു. ആ ഫണ്ട് കിഫ്ബിയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ കിഫ്ബിയുടെ വായ്പ തിരിച്ചടയ്ക്കാൻ നമ്മുടെ ഇന്ന് പെട്രോൾ സെസ് പിരിക്കുന്നു, അത് പോകുന്നു. ഈ കിഫ്ബിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു ലെജിസ്ലേറ്റീവ് ഓഡിറ്റിങ്ങിന് വിധേയമാകുന്നില്ല പദ്ധതികൾ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, കിഫ്ബി ബജറ്റിന് പുറത്ത് വരുമാനം കണ്ടെത്തിയൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ ആ പദ്ധതി വായ്പ എടുത്തതിനുള്ള തുക അടയ്ക്കാൻ വേണ്ടി ഈ പറയുന്ന നികുതി വരുമാനം ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. വായ്പ തിരിച്ചടവിന് നികുതി വരുമാനം ഉപയോഗിക്കുന്നു, പക്ഷേ ആ പദ്ധതിയുടെ ഇംപ്ലിമെൻറ്റേഷൻ ഒരു ലെജിസ്ലേറ്റീവ് റിവ്യൂവിന് വിധേയമാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ബാലഗോപാലിനെ സംബന്ധിച്ച്, ബാലഗോപാൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ
ജയിക്കാൻ പാകത്തിന് എന്തെങ്കിലും പ്രഖ്യാപനം ഈ ബജറ്റിൽ നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ജനപ്രിയമായ ഒരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഇല്ല. ഫ്രീ ബീസ് ഇല്ല, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. വൻകിട പദ്ധതികളെന്ന് വെച്ചാൽ വൻകിട പദ്ധതികളും ഇല്ല. ഏതെങ്കിലും പ്രധാനപ്പെട്ട വൻകിട പദ്ധതികൾ ഇനിയിപ്പോൾ അടുത്ത വർഷം അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അടുത്ത വർഷം ഇനിയൊരു സമ്പൂർണ്ണ ബജറ്റല്ല വരാൻ പോകുന്നത്. അപ്പോൾ അസംബ്ലി ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ബജറ്റിൽ ഒരു പ്രധാനപ്പെട്ട പദ്ധതി, ഇപ്പോൾ ഉദാഹരണത്തിന് വിഴിഞ്ഞം പദ്ധതി പോലെയോ അല്ലെങ്കിൽ ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പ്രഖ്യാപിക്കുകയും നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന K-ഫോൺ പോലെ അങ്ങനെയുള്ള വലിയ വലിയ പദ്ധതികളൊന്നും തന്നെയില്ല. അപ്പോൾ ഇതൊരു ഒട്ടും തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളൊരു ബജറ്റാണെന്ന് പറയാനേ കഴിയില്ല. ഒന്നുകിൽ എന്താണ്, ഇനി പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉയർത്തിയാൽ തന്നെയും വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പിലും, തദ്ദേശ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും തങ്ങൾക്ക് തിരിച്ചടി കിട്ടുമെന്ന ആൻറ്റിസിപ്പേഷൻ ഒരുപക്ഷെ LDF ഉണ്ടായേക്കാം. അപ്പോൾ പിന്നെ വെറുതെ ബജറ്റിൽ പ്രഖ്യാപിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നതിനും ഭേദം ഒരു മിനിമൽ ബജറ്റ് അവതരിപ്പിച്ച് തടി രക്ഷപ്പെടുത്താമെന്ന് കരുതുന്നുണ്ടാകാം. അതിനപ്പുറം ഇതിനൊരു പൊളിറ്റിക്കൽ ബജറ്റാക്കി അവതരിപ്പിക്കാനാണ്, ഒരു രാഷ്ട്രീയ ബജറ്റ്. അതായത് കേന്ദ്രം എന്ന ഒരു ശത്രുതാ മനോഭാവമുള്ളൊരു ഫെഡറൽ സംവിധാനം കേരളത്തിൻ്റെ കഴുത്ത് പിടിച്ചിരിക്കാൻ ശ്രമിക്കുന്നു. ആ ശ്രമിക്കുമ്പോഴും ഞങ്ങൾ പരമാവധി ചെറുത്ത് നിൽക്കുന്നു എന്നൊരു പൊളിറ്റിക്കൽ ഫീൽ കൊടുക്കാൻ ഈ ബജറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ബാലഗോപാലിൻ്റെ പ്രസംഗത്തിലും അതുണ്ട്. അത് ആ സമയത്ത് തന്നെയാണ്, അത് ഓർക്കണം. ഈ ബജറ്റ് അവതരണം കഴിഞ്ഞ ഉടൻ തന്നെയാണ് ഹൈക്കോടതിയിൽ മറ്റേ മുണ്ടക്കൈ പുനരധിവാസത്തിൻ്റെ കേസെടുത്തത്. ഞങ്ങളെ പൈസ കിട്ടിയിട്ട് നിങ്ങൾ പുനരധിവാസം നടത്താമെന്ന് കരുതണ്ട എന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിക്കുകയാണ്. ഹൈക്കോടതി എന്താ പറയുന്നത്? ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കയ്യിലുള്ള പൈസ എടുത്ത് പുനരധിവാസം തുടങ്ങുക. കയ്യിലുള്ള പൈസയുടെ 75% തീരുമാനം ഞങ്ങളെ അറിയിക്കുക, കോടതിയെ അറിയിക്കുക. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം. അതിനർത്ഥം ഇപ്പോൾ 750 കോടിയാണ് മുണ്ടക്കൈ പുനരധിവാസത്തിന് ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള തുക. 750 കോടി കയ്യിലുണ്ടാകുമോ? സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ 750 കോടി ഉണ്ടാകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി 750 കോടി ഉണ്ട് എന്ന് കരുതുക. ആ 750 കോടിയുടെ 75% മുണ്ടക്കൈ പുനരധിവാസത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചാൽ നാളെ കേരളത്തിൽ പലയിടത്തും കാട്ടാന ശല്യം ഉണ്ടാകും. ആളുകൾ ചവിട്ടിക്കില്ല, അവർക്ക് ഇവിടെ നഷ്ടപരിഹാരം കൊടുക്കും. മറ്റ് ദുരന്തങ്ങൾ, മുണ്ടക്കൈ മാത്രമല്ലല്ലോ ദുരന്തം. ഇനിയിപ്പോൾ വേനൽക്കാലം വരാൻ പോവുകയാണ്, ഏപ്രിൽ മെയ് മാസങ്ങളിൽ. കുടിവെള്ളക്ഷാമം, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാൻ ഫണ്ട് എവിടെ നിന്നാണ്? അത് തൊട്ടുടനെ ചിലപ്പോൾ മഴ പെയ്യും, പ്രളയം വന്നേക്കാം. പൈസ എവിടെ നിന്നാണ്? അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൻ്റെ ഈ മുണ്ടക്കൈ നിലപാട് ഈ ഒരു വർഷം വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ആ പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്ന് നോക്കുമ്പോൾ ഇപ്പോൾ മുണ്ടക്കൈ പുനരധിവാസത്തിന് 750 കോടി പ്രഖ്യാപിക്കുമ്പോൾ ആ പൈസ എവിടെ നിന്നുണ്ടാക്കും? അത്രയും പൈസയുണ്ടോ? എവിടെ നിന്ന് പണം കണ്ടെത്തുന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഇതിലില്ല. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കാൻ സഹായിക്കുന്നുണ്ട് LDF സർക്കാരിനെ സംബന്ധിച്ച്. കേന്ദ്രം അവിടെ നിന്ന് ഞങ്ങൾ അമർത്തുമ്പോഴും ഞങ്ങൾ ചെറുത്ത് നിൽക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് നമ്മളൊരു സാമ്പത്തികമായ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണെന്നുള്ളൊരു പ്രതീതി കൊടുക്കുന്നത്. പക്ഷേ ആ ഇൻട്രോ കഴിഞ്ഞ് കഴിഞ്ഞ് ബാക്കിയുള്ള ബജറ്റ് പ്രസംഗത്തിലൊന്നും അങ്ങനെ ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒന്നും തന്നെയില്ല. പക്ഷെ അതുകൊണ്ടാണ് അത് പറയുന്നത്, ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നൊരു മെസ്സേജ് കൊടുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, കൊല്ലത്തിന് കാര്യമായ പരിഗണന ഈ ബജറ്റിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. കൊട്ടാരക്കരയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ ഒരു IT പാർക്ക് വരാൻ പോകുന്നു. അതുപോലെ പുനലൂർ, വിഴിഞ്ഞം, കൊല്ലം ത്രികോണ പദ്ധതി, എന്തോ ഹൈവേയും റെയിൽവേ ഒക്കെ വികസിപ്പിക്കാൻ പോകുന്നു തുടങ്ങിയ പദ്ധതികളുണ്ട്. അത് കൊല്ലത്ത് ഇപ്പോൾ KN ബാലഗോപാലിൻ്റെ ഹോം ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് അവിടെ പ്രത്യേകം വരുന്നു എന്നുള്ളതല്ല ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കൊല്ലത്തിൽ അനുവദിച്ചിട്ടുള്ള പദ്ധതികൾ നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് 30 കോടി അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിലും തുകകൾ, പ്രത്യേക പദ്ധതികളുണ്ട്, തുകകളുണ്ട്. ശാസ്താംകോട്ടക്കായലിൻ്റെ നവീകരണം, അങ്ങനെ എന്തൊക്കെയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ബജറ്റ് പ്രഖ്യാപനമാണെന്നാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത തിരിച്ചടി നേരിട്ട പ്രദേശങ്ങളിലാണ് ഈ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ആ കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ ആ വോട്ടേഴ്സിനെ ലക്ഷ്യം വെച്ചുള്ള പദ്ധതി പ്രഖ്യാപനമാണ് അതുള്ളത്. അപ്പോൾ പൂർണ്ണമായും രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്ന് പറയാൻ കഴിയില്ല. പ്രഖ്യാപിച്ചതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഉള്ളത്. എങ്കിൽ പോലും ഒരു ഹോളിസ്റ്റിക്കായി നോക്കുമ്പോൾ, കേരളത്തിൽ ഹോളിസ്റ്റിക്കായിട്ട് എടുത്തു കഴിയുമ്പോൾ അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്ന, ഇംപ്രസീവായിട്ടുള്ളൊരു ബജറ്റായിട്ട് അത് തോന്നുന്നേയില്ല. അപ്പോൾ പ്രതിപക്ഷം ഒരിക്കലും ഒരു ബജറ്റിനെ നല്ലതാണെന്ന് പറയാറില്ല. പക്ഷേ ഇത്തവണ കുറച്ച് കടുപ്പിച്ചാണ് VD സതീശൻ പ്രതികരിച്ചത്. പൊള്ളയായ ബജറ്റാണ്, ബജറ്റ് കമ്പയർ ചെയ്തത് പോലും ശരിയല്ല എന്നൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കിഫ്ബിയുടെ കാര്യം, കിഫ്ബി ഇപ്പം നമ്മൾ പറയുമല്ലോ, ഇപ്പം കടമെടുപ്പിൻ്റെ അത് ഇല്ല, അല്ലെങ്കിൽ ഒരുപാട് കടമെടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കിഫ്ബി പദ്ധതികളൊക്കെ തുടങ്ങുകയും അങ്ങനെയൊക്കെ. അപ്പോൾ അതുപോലെ കിഫ്ബി അല്ലാത്ത വേറൊരു വഴിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേരുന്ന അവസ്ഥ, അങ്ങനെ ഒന്നാം പിണറായി സർക്കാർ അങ്ങനെ കൊണ്ടെത്തിക്കുകയും അതിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണോ ബാലഗോപാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ?
എന്ന കാര്യം, അതുപോലെ തന്നെ ഇപ്പോൾ നൗഫൽ ചൂണ്ടിക്കാട്ടിയ പോലെ കിഫ്ബിയുടെ ഭാവി എന്ത്, ഈ കാര്യങ്ങളൊക്കെ ഈ ബജറ്റിൽ വരും എന്നാണ് കരുതിയിരുന്നത്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യം നൗഫൽ ആദ്യം തന്നെ പറയുകയുണ്ടായല്ലോ. ഒരുപക്ഷം 100 രൂപ കൂട്ടുക അല്ലെങ്കിൽ 200 രൂപ കൂട്ടുക, ഇന്നിപ്പോൾ ചില മാധ്യമങ്ങൾ 150 രൂപ കൂട്ടിയേക്കും എന്നൊരു പ്രതീക്ഷയും കൂടെ വെച്ച് പുലർത്തുകയുണ്ടായി. അതുണ്ടായില്ല. അതിൻ്റെ ഒരു മാധ്യമങ്ങളുടെ പ്രവചനമൊക്കെ വൃഥാവിലായി. അതെ. പക്ഷെ അതിൽ ഇപ്പോൾ ഇത്രയും കുടിശ്ശിക കിടക്കുന്ന ഒരു കാര്യത്തിൽ കൂടുതൽ ഒരു 100 രൂപ അല്ലെങ്കിൽ 150 രൂപ 200 രൂപ നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് പരിഹാസ്യമാക്കും സർക്കാരിനെ. അതുകൊണ്ട് അതിന് മുതിരാതിരിക്കുക, ഇപ്പോൾ പകരം ഈ കുടിശ്ശിക തീർക്കുക. അത് ഒരു സർക്കാരിന് ചെയ്യാവുന്ന പ്രായോഗികമായൊരു നീക്കമാണ്. ഈ കുടിശ്ശിക തീർക്കുകയാണെങ്കിൽ തന്നെ ആത്മവിശ്വാസത്തോടെ ഈ സർക്കാരിന് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും. പിന്നെ മാത്രവുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഈ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതല്ല എന്നതുകൊണ്ട് മറ്റൊരുപാട് ഘടകങ്ങൾ പ്രവർത്തിക്കും. ആ സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഈ ഇടതുമുന്നണി ആയാലും സർക്കാരായാലും. ഈ സർക്കാരിനൊരു ജനവിധി നൽകാം എതിരായിട്ട് അല്ലെങ്കിൽ അനുകൂലമായിട്ട്. അങ്ങനെ ആ ഒരു സർക്കാർ വിരുദ്ധതയിലേക്കോ അല്ലെങ്കിൽ സർക്കാർ അനുകൂലതയിലേക്കോ കേന്ദ്രീകരിക്കുന്ന ഒരു ജനവിധിയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറും എന്നിപ്പോൾ ഒരു കാണുന്നുണ്ടാകില്ല. ഒരുപാട് പ്രാദേശിക ഘടകങ്ങൾ പ്രവർത്തിക്കുന്ന സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നിശ്ചയമായും സർക്കാരിൻ്റെ പെർഫോമൻസ് അതിൽ പ്രധാന ഘടകമാണ്. അവിടെയാണ് ഇനി കുടിശ്ശികകൾ കൊടുത്തു തീർക്കുക എന്ന സമീപനമൊക്കെ എടുക്കുകയും അത് പ്രവൃത്തി പഥത്തിൽ എത്തിക്കുകയും ചെയ്താൽ അതിലൂടെ ഒരു നേട്ടമുണ്ടാക്കാൻ സർക്കാരിന് കഴിയുക, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസത്തോടെ നേരിടാനും കഴിയുക വോട്ടർമാരെ. അപ്പോൾ അതുകൊണ്ട് ഈ ക്ഷേമ പെൻഷൻ ഉയർത്തിയില്ല എന്ന് പറയുന്നത് ഒരു നഷ്ടക്കച്ചവടമായി ഇപ്പോൾ വരാനിടയില്ല. മാത്രവുമല്ല, 2500 രൂപ വരെ അത് എത്തിക്കുമെന്നാണ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളത്. പിണറായിയുടെ ഒരു ആത്മവിശ്വാസ പ്രകടനം എപ്പോഴും ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതെല്ലാം നടപ്പാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോയത് 2021. അപ്പോൾ അത് സത്യവുമായിരുന്നു. അതിൻ്റെ കൃത്യമായ കണക്കുകളൊക്കെ വെച്ചിട്ടാണല്ലോ ഓരോ സംസാരിച്ചത്. ഭരണ തുടർച്ചയിലേക്ക് പോവുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വന്ന 2500 എന്ന് പറയുന്ന തലത്തിലേക്ക് ക്ഷേമ പെൻഷനുകൾ ഉയർത്തുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. അതിന് ഇന്ന് ധനമന്ത്രി പറയുന്നൊരു സാഹചര്യമുണ്ട്. കേന്ദ്രം ഇപ്പോൾ നമുക്ക് വെട്ടിക്കുറച്ചിരിക്കുന്നത് 50,000 കോടിയോളമാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു തുകയായിരുന്നു. അങ്ങനെ ഒരു സമീപനം കേന്ദ്രത്തിൽ നിന്നുണ്ടാകുമെന്ന് കാലേ കൂട്ടി കാണാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത ഘട്ടത്തിലാണ് നാം ഇത് 2500 രൂപ വരെ എത്തിക്കും എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ കേന്ദ്രത്തിൻ്റെ സമീപനം പ്രതികാര സ്വഭാവത്തോടെ ആയതുകൊണ്ട് അതിൽ നമുക്കൊരു നിവൃത്തികേടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആ കുടിശ്ശികകൾ തീർക്കുക എന്നതിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് തന്നെയാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയം. കിഫ്ബി സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിൻ്റെ പരിധിയിലേക്ക് ഇവർ ഉൾപ്പെടുത്തും എന്ന് കരുതിയില്ല 2016 ഈ സർക്കാർ വരുന്ന ഘട്ടത്തിൽ. അതുകൊണ്ടാണ് അതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യേണ്ട മോഡൽ തന്നെയായിട്ടാണ് ആദ്യം തന്നെ ആലോചിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് മൂലധന ചെലവുകളിലേക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കിഫ്ബി ഒരു സാധ്യതയായി നാം ഉപയോഗിച്ചത്. ബാക്കി നമുക്ക് വരുന്ന പോലെ കാണാമെന്ന് നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ ഐസക്കിൻ്റെ ഒരു സാഹസ ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ, വരുന്ന പോലെ കാണാം. റൊട്ടേറ്റ് ചെയ്ത് ഇതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നൊക്കെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴും കേന്ദ്രത്തിൻ്റെ ഈ ഒരു ചുവടുമാറ്റം, ഈ കർക്കശ സ്വഭാവത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല. CAG 2018 അതിലെ പരാമർശങ്ങൾ വരുത്തുന്നു. ആ പരാമർശങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? സഭയിൽ അത് ശക്തമായി ആ ഭാഗങ്ങളെ നാം നിഷേധിച്ചു. ഐസക് നിന്നുകൊണ്ടാണ് അതിനെ തള്ളിക്കളയുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ കേന്ദ്രം അതിൽ പിടിച്ചു തൂങ്ങി. നമുക്ക് പിന്നെ എന്താണ് ഒരു വഴി? CAG നമ്മളെ കൈവിട്ടു, കേന്ദ്ര സർക്കാരും കൈവിട്ടു. പിന്നെ ഒരൊറ്റ മാർഗ്ഗമേ ഫെഡറൽ സംവിധാനത്തിലുള്ളൂ, അത് ഭരണഘടനാ കോടതിയെ സമീപിക്കുക എന്നതാണ്. നാം പോയി സുപ്രീം കോടതിയിൽ. നടാടെയാണ് അങ്ങനെ ഒരു സംസ്ഥാനം പോകുന്നത്. അതിൻ്റെ ഭാഗമായി മറ്റ് സംസ്ഥാനങ്ങളും ഇപ്പോൾ അതിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അതൊരു 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയുമാണ്. കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടൊക്കെ ഏകപക്ഷീയമായി കേന്ദ്ര സർക്കാരിന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഈ ഭരണഘടനാ ബെഞ്ചിന് പരിശോധിക്കാനും ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ കക്ഷി ചേർന്ന മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരു സവിശേഷതയുണ്ട്. അതും BJP ഇതര ഭരണ സംവിധാനങ്ങളുള്ള സർക്കാരുകളാണ്. അപ്പോൾ അതിനകത്തൊരു പാറ്റേൺ ഉണ്ട് അല്ലേ? ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് അംഗീകരിക്കേണ്ടത് സഹായിച്ചുകൊണ്ട്, ഏതൊക്കെ ആളുകളെയാണ് നിഷേധിക്കേണ്ടത് തിരസ്കരിച്ചുകൊണ്ട്, അതിനൊരു പാറ്റേൺ ഉണ്ട്. കോടതി ഇടപെടുമോ ഇല്ലയോ എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. അത് ഐസക് പറയുന്നത് കൊണ്ടോ പിണറായി പറയുന്നത് കൊണ്ടോ ഇവിടെ മാത്രമുള്ളൊരു നറേറ്റീവ് അല്ല. അത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് പരിശോധിക്കേണ്ടി വരുന്ന
കേരളമടക്കം പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ നീതി തേടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന ഫെഡറൽ തത്വവുമായി ബന്ധപ്പെട്ടൊരു വലിയ നിയമപ്രശ്നമാണ്, ഒരു ഭരണഘടനാ പ്രശ്നമാണ്. അതുകൊണ്ട് നാം ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് മാത്രം അല്ല അതിനകത്തുള്ളത്. ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാവി എന്ത് എന്നതിനെ സംബന്ധിച്ച് കേരളം ഉൾപ്പെടെ ഉയർത്തുന്ന വലിയൊരു ചോദ്യമാണത്. അപ്പോൾ ഈ കിഫ്ബിയുടെ കാര്യത്തിൽ പക്ഷേ വേറൊരു ബുദ്ധിപരമായൊരു കാര്യം ബാലഗോപാൽ എന്ന് പറയുകയുണ്ടായി. ഈ ടോളിനെ പറ്റി പറഞ്ഞില്ല. കാരണം ടെസ്റ്റിംഗ് ദ വാട്ടർ എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പൊള്ളുമോ ഇല്ലയോ എന്ന് സർക്കാരിന് അറിയില്ല. ചിലപ്പോൾ വേണമെങ്കിൽ പിൻവാങ്ങാം, കാരണം ഒരു നിർദ്ദേശമായിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങാവുന്നതേ ഉള്ളൂ സർക്കാരിന്. പക്ഷേ ഇതൊരു റവന്യൂ മോഡലാണ് എന്ന ആ ഒരു പ്രതീതിയാണ് ഇനി ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഒരു യാഥാർത്ഥ്യമായി കിഫ്ബിയെ കേരള സമൂഹം ഇനി മുതൽ മനസ്സിലാക്കി തുടങ്ങണം. ടോൾ എന്നതിലൂടെ തന്നെയാണോ അത് വരിക എന്നത് സർക്കാരിനെ തീരുമാനിക്കട്ടെ. പക്ഷേ റവന്യൂ മോഡൽ എന്ന നിലയിലേക്കാണ് ഇനി കിഫ്ബിയെ നാം അവതരിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. അതിന് വളരെ സുരക്ഷിതമായ 2 സാധ്യതകൾ പറയുകയുണ്ടായി. ഒന്ന്, ഈ പറയുന്ന ടോളും റോഡും ഒന്നുമല്ല പറയുന്നത്, ഒന്ന് IT പാർക്കുകളാണ്. അവിടെയാണ് ഈ കൊല്ലത്തൊരു IT പാർക്ക് വരുന്നതിനെ പറ്റി അജിംസും സൂചിപ്പിച്ചത്. ഞാനത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു പക്ഷപാതത്തോട് അദ്ദേഹം പ്രഖ്യാപിച്ച ഒന്നായി കാണുന്നില്ല. കാരണം ആ പ്രഖ്യാപനത്തിനകത്തൊരു സവിശേഷതയുണ്ട്. സർക്കാർ ഒരു സ്ഥലം അക്വയർ ചെയ്ത് എടുത്തു കൊടുക്കുകയല്ല IT പാർക്കിന്. ഈ പറഞ്ഞ പദ്ധതിയിലെ ഈ പ്രഖ്യാപനത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ ഈ പറയുന്നത്. അവിടുത്തെ നഗരസഭയ്ക്ക് സ്വന്തമായിട്ടുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ നഗരസഭയ്ക്ക് ഒരു 10 ഏക്കർ സ്ഥലമുണ്ട് എങ്കിൽ ആ സ്ഥലത്തൊരു IT പാർക്ക് അത് കിഫ്ബി വഴി ചെയ്യുന്നു. അപ്പോൾ അതൊരു റവന്യൂ ജനറേഷനാണ്. കാരണം IT പാർക്ക് റവന്യൂ കൊണ്ടുവരുമല്ലോ. അത് കിഫ്ബിക്കൊരു റവന്യൂ വരുമാനമാണ്, നഗരസഭയ്ക്കൊരു വരുമാനമാണ്. അപ്പോൾ മറ്റു നഗരസഭകൾക്കും അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നഗരസഭകളുമായി ബന്ധപ്പെട്ട സഹകരണ അടിസ്ഥാനത്തിൽ ഭവന പദ്ധതിയിലേക്ക് നമ്മൾ പോകുന്നില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റൊരു പ്രഖ്യാപനമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു രീതിയായി. പിന്നെ മറ്റൊന്ന് പറയുന്നത് ഈ പറയുന്ന ചന്തകൾ ഉണ്ടാക്കുക, അതും ഒരു റവന്യൂ ആണ്. മാർക്കറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, മാർക്കറ്റ് കോംപ്ലക്സുകളൊക്കെ ഉണ്ടാക്കുക, അതൊരു റവന്യൂ മോഡലാണെന്ന് പറഞ്ഞ് ടോളിലേക്ക് പോകുന്നേയില്ല. ഞാൻ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടോളിൽ പിടിച്ചുകൊണ്ട് ഇതിനൊരു വിവാദമാക്കുകയല്ല, റവന്യൂ മോഡൽ എന്ന നിലയിൽ കിഫ്ബിയെ പുനരവതരിപ്പിക്കുക എന്നതിലാണ് ഊന്നൽ നൽകുന്നത്. ടോൾ വരാം, വരാതിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു സമീപനം മാറുകയാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട്. റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണത് എന്ന രൂപത്തിലേക്ക് നാം ചൂടുമാറുകയാണ്. അത് ഒരുപക്ഷെ നമുക്ക് സുപ്രീം കോടതിയിലെ കേസിനെ ബലവത്താക്കാൻ കഴിയും. കാരണം നമുക്കിപ്പോൾ പറയാൻ കഴിയും കിഫ്ബിയുടെ മോഡൽ എന്ന് പറയുന്നത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ പൊതുവായിട്ടുള്ള കടപരിധിയിൽ നിന്നത് മാറ്റി നിർത്തേണ്ടതുണ്ട് എന്ന്. അങ്ങനെ വരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കടപരിധി, അപ്പോൾ നമ്മുടെ പൊതുകടത്തിനകത്ത് കുറേ കൂടെ നമുക്ക് കിഫ്ബിക്ക് വേണ്ടി അല്ലാതെ തന്നെ പണം കിട്ടുകയാണ്. കിഫ്ബിക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വരില്ല. അത് നമുക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മറ്റ് പദ്ധതി നിർവഹണത്തിനും എല്ലാമായി വിനിയോഗിക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അത് സ്വാഗതാർഹമാണെന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ടോള് വന്നാൽ പോലും അത് സ്വാഗതാർഹമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം നമുക്ക് വേണ്ടത് നമ്മെ ഞെരുക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രതിരോധമാണ്. പിന്നെ ഈ കാര്യത്തിനകത്ത് വലിയ പ്രഖ്യാപനങ്ങളൊന്നും പോകുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. എപ്പോഴും 5 വർഷത്തെ ഭരണമാണ് കേരളം കണ്ടിട്ടുള്ളത്. അപൂർവമായി മാത്രമാണ് ഒരിക്കൽ അത് നീണ്ടുപോയിട്ടുള്ളത് അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ. അതല്ലാതെ ഈ പറയുന്ന 5 വർഷം കൂടുമ്പോൾ സർക്കാരുകൾ മാറുന്ന ഘട്ടം വരുന്നു. അവിടെയാണ് നാം ഇന്ന് പ്രതീക്ഷിച്ചൊരു കാര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. 12ാം ഈ പറയുന്ന ശമ്പള പരിഷ്കരണം കമ്മീഷനെ പ്രഖ്യാപിക്കുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. അത് ഉണ്ടായില്ല. പക്ഷേ നിശ്ചയമായും അടുത്തത് ഇടക്കാല ബജറ്റാണെങ്കിലും അത് ചെയ്തിട്ടേ ഇവർ പോകൂ. കാരണം അങ്ങനെ ഈ പറയുന്ന സർക്കാർ ജീവനക്കാരുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ, അവരുടെ വോട്ടുറപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പം തന്നെ 2 ഗഡു വീതം റിലീസ് ചെയ്യാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന അവരുടെ ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കുടിശ്ശിക PF-ലേക്ക് ബന്ധപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ബാക്കിയിരിക്കുകയാണ് 2 ഗഡു. അതെ അതെ, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന PF-ലേക്ക് ഇത് കണക്ട് ചെയ്യുന്നവരാരും പ്രതീക്ഷിച്ചില്ല, ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗഡുക്കൾ ഇനിയും കൊടുത്തു തീർക്കാനുണ്ട്. പക്ഷേ കൊടുത്തു തുടങ്ങുന്നു. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമായി കാണണമെന്നാണ് ജീവനക്കാരോട് ഈ ബജറ്റിലൂടെ സർക്കാർ പറയുന്നത്. കൂടാതെ അടുത്ത ഇടക്കാല ബജറ്റ് വരുമ്പോൾ ഈ പറയുന്ന 12ാം ഈ പറയുന്ന കമ്മീഷനെയും അവർ പ്രഖ്യാപിക്കും. അങ്ങനെ ആ വിഭാഗത്തിൻ്റെ സർവീസ് ഈ പറയുന്ന സർക്കാർ ജീവനക്കാരുടെ പിന്തുണ നേടിയെടുക്കാനുള്ള ബുദ്ധിപരമായ നീക്കം ആ ഘട്ടത്തിൽ നടത്തും. കാരണം 5 വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന ശമ്പള പരിഷ്കരണ കമ്മീഷനെയും പ്രഖ്യാപിച്ച് അതിൻ്റെ ബാധ്യത അടുത്ത സർക്കാരിൻ്റെ തലയിൽ വെച്ച് പോകുന്ന ഒരു രീതിയാണുള്ളത്. ഇവിടെ ഈ സർക്കാരിന് പക്ഷേ ഈ 10 വർഷം ഭരിക്കേണ്ടി വന്നതിൻ്റെ ഒരു വലിയ ബാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ സാഹസപ്പെട്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അടുത്ത തവണ ഭരണമാറ്റം ഉണ്ടാകും എന്ന സൂചനയല്ല ഞാൻ ഈ പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് വേറൊരു സർക്കാരായിരിക്കുമല്ലോ വരുന്നത്, അവരുടെ തലയിൽ വെച്ചുകൊണ്ട് പോകാമെന്നുള്ളതല്ല. ഇന്ന് ഈ പറയുന്ന ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കാതിരിക്കുന്നതും യാഥാർത്ഥ്യബോധത്തോടെയുള്ളൊരു സമീപനമാണ് എന്നാണ് സൂചിപ്പിച്ചത്.